Welcome children. So we already discussed about the importance of nutrients in our diet. Do you think the food we eat is absorbed by our body as such? അതായത് നാം കഴിക്കുന്ന ഭക്ഷണം അതേ രൂപത്തിൽ തന്നെയാണോ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്? അല്ല എന്ന് നമുക്കറിയാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Okay, let us go to the process that food is converted into simple absorbable forms. Yes, digestion is the process of conversion of complex food materials into simple absorbable forms. അതായത് ദഹനം എന്നാൽ സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ശരിയായി ദഹനം നടന്നാൽ മാത്രമേ അതിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യുന്നതിനും നാം നേരത്തെ പഠിച്ചതുപോലെയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും കഴിയൂ. Understood? Then let us go to the next part. We know there are many organs in our body to perform different functions, right? Can you say which are the organs help in the process of digestion? ദഹനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്റ്റം. ഏതൊക്കെ ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഈ ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കി. ദഹനം ആരംഭിക്കുന്നത് ഇവയിൽ ഏതു ഭാഗത്താണ്? ഫ്രം മൗത്ത്, ഈസ് ഇറ്റ്? വായിൽ ആഹാരം ദഹിപ്പിക്കുന്നതിനായി മറ്റെന്തെല്ലാം ഭാഗങ്ങൾ സഹായിക്കുന്നുണ്ട്? യെസ്, ടീത്ത്, ടങ്, സലൈവ, അതായത് പല്ലുകൾ, നാക്ക്, ഉമിനീർ. പല്ലുകൾ നാം കഴിക്കുന്ന ഭക്ഷണത്തെ എന്തു ചെയ്യുന്നു? With the help of teeth, food is masticated and converted to smaller particles. അതെ, നമ്മുടെ പല്ലുകളുടെ ഘടനയും ക്രമീകരണവും നാം കഴിക്കുന്ന ഭക്ഷണത്തെ നന്നായി ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായവയാണ്. Look at this picture. You can see the different teeth and how they are arranged in mouth. ചിത്രത്തിൽ 4 തരത്തിലുള്ള പല്ലുകൾ കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് വൺ ഈസ് ഇൻസിസർ അഥവാ ഉളിപ്പല്ല്. നമ്മുടെ വായുടെ മുൻഭാഗത്ത് കാണുന്ന പല്ലുകളാണ് ഇൻസിസേഴ്സ് അഥവാ ഉളിപ്പല്ലുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് ഈ പല്ലുകൾ നമ്മുടെ ഭക്ഷണം ദഹനത്തിന് അനുയോജ്യമാക്കുന്നതിന് സഹായിക്കുന്നതെന്ന്? യെസ്, ഇൻസിസർ helps to bite and cut the food. ഉളിപ്പല്ലുകൾ ഭക്ഷണം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നു. കോമ്പല്ല് അഥവാ കനൈൻ ഭക്ഷണം കീറി മുറിക്കുന്നതിന് സഹായിക്കുന്നു. കനൈൻ ഹെൽപ്സ് ടു ടിയർ ദ ഫുഡ്. അഗ്രചർവണകവും ചർവണകവും അഥവാ പ്രീ മോളാർ ആൻഡ് മോളാർ എന്നറിയപ്പെടുന്ന നമ്മൾ സാധാരണ അണപ്പല്ലുകൾ എന്നൊക്കെ പറയുന്ന പല്ലുകൾ ഭക്ഷണം പൊടിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നവയാണ്. Premolar and molar teeth helps to grind and crush the food. See, though these teeth are different in their morphology, that is vary in their external structure, they show similarities in their internal structure. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 4 തരത്തിലുള്ള പല്ലുകൾക്കും പുറമേയുള്ള ഘടനയിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും അവയുടെ ആന്തരഘടന ഒരുപോലെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു കനൈൻ ടീത്ത്, ഒരു മോളാർ ടീത്തും ഒക്കെ നിങ്ങൾക്ക് ടെസ്റ്റിലെ പിക്ചർ കാണാം. ഇവിടെ ഒരു മോളാർ ടീത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണാം. നോക്കിക്കേ, ഏറ്റവും പുറമേയുള്ള ഭാഗം ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെൻറ്റ് ഇവയാണ് പല്ലുകളുടെ പൊതുവായ നിർമ്മാണ ഘടകങ്ങൾ. ചിത്രം ശ്രദ്ധിക്കൂ. ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതും വെളുത്ത നിറത്തിലുള്ളതുമായ നിർജീവ കലകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഇൻ ദ ബോഡി, വൈറ്റ് ഇൻ കളർ ആൻഡ് ഡെഡ് ടിഷ്യൂ. ഡെൻറ്റൈൻ ഈസ് ദ ലിവിങ് ടിഷ്യൂ വിച്ച് ഫോംസ് ദ ടീത്ത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. Pulp is the soft connective tissue seen in the pulp cavity. Blood vessels, lymph ducts and nerve fibers are also seen here. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജകകലയാണ് പൾപ്പ്. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന ഭാഗം.
Next is cementum. It is the calcium containing connective tissue that holds the teeth in the socket of the gum. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നു. കാൽസ്യം അടങ്ങിയ യോജക കലയാണിത്. Hope you have already prepared the notes on the internal structure, similarity and functional difference of teeth in your science diary. പല്ലുകളുടെ ആന്തരഘടനയിലുള്ള സാമ്യങ്ങളും ഓരോ പല്ലുകളുടെയും ധർമ്മവും നിർവഹിക്കുന്ന വിവിധ ധർമ്മങ്ങളും നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. Now you have understood how the structure of teeth is suitable to break down food materials to smaller particles. Then what is the role of tongue in this process? നാക്ക് എങ്ങനെയാണ് ഭക്ഷണത്തെ ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നത്? നാക്ക് ഭക്ഷണത്തെ ചവച്ചരയ്ക്കുന്നതിനായി പല്ലുകളെ സഹായിക്കുകയും ഭക്ഷണത്തെ ഉമിനീരുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. The tongue helps teeth to masticate food materials and mix them with saliva. കൂടാതെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നതിന് നാവിലുള്ള ടേസ്റ്റ് ബഡ്സ് അഥവാ സ്വാദുമുകുളങ്ങൾ സഹായിക്കുന്നു. Now you have understood the necessity of protecting teeth and tongue. So we should brush and wash our teeth and mouth after every food and eat healthy food for the health of our teeth. Okay. പക്ഷേ നിങ്ങളോട് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ അല്ലേ? ടീച്ചർ ഇപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? വായിൽ വെള്ളം വന്നു, ഉമിനീർ വന്നു അല്ലേ? അതെവിടെ നിന്ന് വന്നു? ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദെർ ആർ 3 pairs of salivary glands in the mouth. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഉമിനീർ ഗ്രന്ഥികൾ അഥവാ സലൈവറി ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവ അഥവാ ഉമിനീരിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The saliva secreted from the salivary glands contains mucus and enzymes like salivary amylase and lysozyme. വായുടെ ഇരുഭാഗങ്ങളിലായുള്ള 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ പുറപ്പെടുവിക്കുന്നു. ഉമിനീരിൽ മ്യൂക്കസ് അഥവാ ശ്ലേഷ്മവും എൻസൈംസ് അഥവാ രാസാഗ്നികളായ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നിവയും അടങ്ങിയിരിക്കുന്നു. ശ്ലേഷ്മം നാം കഴിക്കുന്ന ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങുന്നതിന് എളുപ്പമാക്കുന്നു. മ്യൂക്കസ് മേക്സ് ദ ഫുഡ് സ്ലൈമി, റൈറ്റ്? ലൈസോസൈം നാം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. Lysozyme, to an extent, helps to destroy the germs that enter the body through the food. The next, salivary amylase partially converts starch in the food to maltose. Maltose is a form of sugar. Salivary amylase ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നു. കറികളൊന്നുമില്ലാതെയും നമ്മൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ വായിലിട്ട് ചവയ്ക്കുവാണെങ്കിൽ നമുക്കതിനൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു മധുരരസം തോന്നും. അതിനുള്ള കാരണം ഇതാണ്. ഓക്കെ, ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ നെക്സ്റ്റ് ഓർഗൻ ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഏത് അവയവമാണ് ദഹന വ്യവസ്ഥയിൽ അടുത്തത്? അന്നനാളം അഥവാ ഈസോഫാഗസ്. വായിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. ഭക്ഷണം ചവച്ചരയ്ക്കപ്പെടുന്നു. നാക്കിൻ്റെ സഹായത്താൽ ഉമിനീരുമായി കലരുന്ന ഭക്ഷണം ഉമിനീർ വഴുവഴുപ്പുള്ളതാക്കുന്നു. ആഹാരത്തിലുള്ള അന്നജം ഭാഗികമായി മാൾട്ടോസായി മാറുകയും ചെയ്യുന്നു എന്ന് നാം പഠിച്ചു. ഇങ്ങനെ ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. യെസ്, പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് enters esophagus through the pharynx or throat. How does the food that we swallow enter exactly into the esophagus without entering the trachea? അതായത് ശ്വാസനാളം, ട്രക്കിയ ഗ്രസനി അഥവാ ഫാരിങ്സിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം നേരിട്ട് അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി എത്തുന്നത്? ഭക്ഷണത്തെ നാക്കിൻ്റെയും അണ്ണാക്കിൻ്റെയും സഹായത്താൽ ഉരുളകളാക്കുന്നു. ഗ്രസനി അഥവാ തൊണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചെറുനാക്ക് നാസാദ്വാരത്തെ അടയ്ക്കുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയരുന്നു. ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാത്ത വിധത്തിൽ ക്ലോമവിധാനം ശ്വാസനാളത്തെ അടയ്ക്കുന്നു. നാക്കിൻ്റെ സഹായത്താൽ
ക്ലോമവിധാനം അഥവാ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ ഭക്ഷണം അന്നനാളത്തിൽ എത്തുന്നു. Have you understood the relevance of saying that one should not talk while having food? ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുകയോ ചിരിക്കുകയോ എന്ന് പറയുന്നതിൻ്റെ ചിരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. Analyze. Illustration 2-3 on your textbook, page number 22. Based on the indicators, prepare a note on mode of swallowing food in your science diary. ഗ്രസനി അഥവാ ഫാരിങ്സിലൂടെ അന്നജത്തിലെത്തിയ ഭക്ഷണം ഇനി എവിടെ എത്തണം? ആമാശയത്തിലെത്തണം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് esophagus and stomach. In this picture you can see there is a wave-like movement in the walls of the esophagus. These movements are called peristalsis that helps the food to reach the stomach. അന്നനാളഭിത്തിയിൽ ഉണ്ടാകുന്ന തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലെത്തുന്നതിന് സഹായിക്കുന്നു. The slightly digested food reaches the stomach where further digestion takes place. ഭാഗികമായി ദഹിച്ച ആഹാരത്തിന് ആമാശയത്തിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. Look at these pictures. The strong peristalsis in the stomach converts food into a paste form. The special circular muscles present in the posterior part of the stomach retain food for a specific period. Glands in the stomach wall produce gastric juice that contain different components to help in the digestion. അന്നനാളഭിത്തിയിൽ ഉണ്ടാകുന്ന പെരിസ്റ്റാൾസിസ് ആമാശയഭിത്തിയിൽ കൂടുതൽ ശക്തമാവുകയും ഭക്ഷണത്തെ കുഴമ്പ് രൂപത്തിലാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ആമാശയഭിത്തിയിലെ പ്രത്യേകതരം പേശികൾ ആഹാരത്തെ ഒരു നിശ്ചിത സമയം ആമാശയത്തിൽ സൂക്ഷിക്കുകയും ആമാശയഭിത്തിയിലുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ആമാശയ രസങ്ങളുമായി കലരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ആമാശയത്തിലെ ആമാശയ രസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പെപ്സിൻ എൻസൈം converts protein to peptones partially. Gastric lipase enzyme digests fat partially. Hydrochloric acid destroys germs in the food, regulates pH suitable for the digestion in stomach. Mucus protects the stomach wall from the actions of digestive juices. Gastric juices ആയ അല്ലെങ്കിൽ ആമാശയ രസങ്ങളായ പെപ്സിൻ എൻസൈം ആഹാരത്തിലുള്ള പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നു ഭാഗികമായിട്ട്. കൺവേർട്സ് പ്രോട്ടീൻ ടു പെപ്റ്റോൺസ് പാർഷ്യലി. ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഡൈജസ്റ്റ് ഫാറ്റ് പാർഷ്യലി. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസ്ട്രോയ് ജേംസ് ഇൻ ദ ഫുഡ് ആൻഡ് റെഗുലേറ്റ്സ് pH suitable for the digestion in stomach. ആഹാരത്തിലുള്ള ജേംസിനെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. pH ദഹനത്തിന് അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിക്കുന്നു. മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെയൊക്കെ റിയാക്ഷൻ ആമാശയഭിത്തിക്ക് കേടുവരാതെ മ്യൂക്കസ് സംരക്ഷിക്കുന്നു. See you next class.